നമസ്കാരം. ഞാൻ ഡോക്ടർ സൂര്യ. ആയുർവേദവും ധനുമാസവും. ധനുമാസം ആയുർവേദത്തിൽ ഹേമന്ത ഋതുവിൻ്റെ അവസാന ഘട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. ഈ സമയം വാതദോഷങ്ങളും കഫദോഷങ്ങളും അതിയായി വർദ്ധിക്കുന്നതിനാൽ പ്രത്യേക പരിചരണം ആവശ്യമുള്ള സമയമാണ്. ആയുർവേദത്തിൽ ധനുമാസത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാതദോഷവും കഫദോഷവും വളരെയധികം വർദ്ധിക്കുന്ന ടൈമാണ്. ജഠരാഗ്നി അധികമായി വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. പിന്നെ ആയുർവേദം അനുശാസിക്കുന്ന ധനുമാസത്തിൽ എന്തൊക്കെ ആഹാരം ഉൾപ്പെടുത്താമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൂടുള്ള പോഷക സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടുത്താം. പിന്നെ നെയ്യ്, കറുത്ത എള്ള്, ഉഴുന്ന്, ജീരകം, വെളുത്തുള്ളി, കഞ്ഞി, പായസം, പിന്നെ കൂട്ടുകറികൾ, ഇവയൊക്കെ നമുക്ക് ഭക്ഷണ ക്രമീകരണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. വിഹാരങ്ങൾ എന്തൊക്കെയാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഭ്യംഗം ആയുർവേദം ത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഭ്യംഗം എന്ന് പറയാം. എണ്ണ തേച്ചുള്ള കുളി ഇളം ചൂടുവെള്ളത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. മതിയായ ഉറക്കം ധനുമാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനി ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തണുപ്പുള്ള ഭക്ഷണം അമിതമായി കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ പൂർണ്ണമായി അവോയ്ഡ് ചെയ്യുക. പിന്നെ രാത്രി ജാഗരണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉറക്കം ഒഴിയുക എന്നുള്ളത് ഒഴിവാക്കുക. ഉപവാസവും ഒഴിവാക്കുക. ധനുമാസത്തിൽ അനുഷ്ഠിക്കേണ്ട പഞ്ചകർമ്മ ചികിത്സകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം തന്നെ പറയാൻ കഴിയുന്നത് സ്നേഹനമാണ്. സന്ധിവേദന കുറയ്ക്കാനും നാഡീബലം മെച്ചപ്പെടുത്താനും വാതത്തെ ശമിപ്പിക്കാനും ഏറ്റവും നല്ല ചികിത്സയാണ് സ്നേഹനം. അഭ്യംഗം, കായസേകം, പിഴിച്ചിൽ എന്നിവ നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞത് കഫരോഗം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നൊരു സമയമാണ്. അപ്പോൾ നമുക്ക് സൈനസൈറ്റിസ്, തലവേദന പോലുള്ള കണ്ടീഷൻസിലെല്ലാം നസ്യം ചെയ്യാവുന്നതാണ്. രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല ചികിത്സയാണ് സ്വേദനം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വസ്തി എന്നുള്ള ചികിത്സയാണ്. വാതത്തെ ശമിപ്പിക്കാനും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ഏറ്റവും നല്ല ചികിത്സയാണ് ആയുർവേദത്തിൽ വസ്തി എന്ന് പറയുന്നത്. മാത്രാവസ്തിയും സ്നേഹവസ്തിയും ചെയ്യാവുന്നതാണ്.